നമസ്കാരം. പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ പ്രതിയായ അർജുൻ തന്നെയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ ആ കാർ ഓടിച്ച ഡ്രൈവർ. പാട്ടുരക്കൽ സ്വദേശി കുറിയേടത്ത് മനയിൽ അർജുനാണ് പെരിന്തൽമണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായതും. ഇയാളടക്കം 9 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കവർച്ചാ സ്വർണം വിൽക്കാൻ സഹായിച്ചവരുടെ കൂട്ടത്തിലാണ് അർജുനെ പ്രതി ചേർത്തിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ അപകടമുണ്ടായ സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുനാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. അർജുന് തലയ്ക്ക് പരിക്കേറ്റത് മുൻ സീറ്റിൽ ഇരുന്നതുകൊണ്ടാണെന്നായിരുന്നു ഫോറൻസിക് പരിശോധനാ ഫലം. ബാലഭാസ്കർ പിൻസീറ്റിൽ മധ്യഭാഗത്തായിരുന്നു ഇരുന്നതെന്നും വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മാത്രമായിരുന്നുവെന്നും ഫോറൻസിക് അന്വേഷണത്തിൽ കണ്ടെത്തി. അപകടമുണ്ടായപ്പോൾ കാർ അമിത വേഗതയിലായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ താനല്ല വാഹനം ഓടിച്ചതെന്ന് കോടതിയിൽ മൊഴി മാറ്റി. 6 വർഷമായിട്ടും ബാലുവിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുന്നു. സ്വാഭാവിക കാർ അപകടമെന്ന പോലീസും ക്രൈംബ്രാഞ്ചും എന്തിനധികം CBIയും എഴുതി തള്ളിയെങ്കിലും പിതാവ് KC ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവ് നേടി. തുടക്കത്തിൽ സാധാരണ കാർ അപകടമെന്നായിരുന്നു കരുതിയത്. ബാലുവിന്റെ സുഹൃത്തുക്കളും മാനേജർമാരും സ്വർണ്ണക്കടത്തു കേസിൽ പ്രതിയായതോടെയാണ് ബന്ധുക്കൾക്ക് സംശയമുണ്ടായതും അന്വേഷണം CBIക്ക് വിട്ടതും. ബാലുവിന്റെ ട്രൂപ്പ് അംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടത്തും ദുരൂഹമായ പണമിടപാടുകളും സംശയകരമായ മൊഴികളുമെല്ലാം പുനരന്വേഷിക്കുകയാണ് CBIയുടെ 2ാം സംഘം. ബാലുവുമായുള്ള ബന്ധം സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചില്ലെന്നാണ് CBIയുടെ ആദ്യ അന്വേഷണത്തിലെ നിഗമനം. ബാലഭാസ്കറിൻ്റേത് അപകട മരണമാണോ കൊലപാതകമാണോ എന്നേ അന്വേഷിച്ചിട്ടുള്ളൂ. മരണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. DRI ആണ് അത് അന്വേഷിക്കേണ്ടതെന്നായിരുന്നു CBI കോടതിയിൽ പറഞ്ഞത്. കാർ അപകടം ആസൂത്രിതമല്ലെന്നും അമിത വേഗതയും അശ്രദ്ധയും കാരണമുണ്ടായതാണെന്നുമുള്ള കണ്ടെത്തലോടെ തന്നെ ഡ്രൈവർ അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയ കുറ്റപത്രം തള്ളിയാണ് പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതും. പല വസ്തുതകളും പരിശോധിക്കാതെ തയ്യാറാക്കിയ CBI കുറ്റപത്രത്തിൽ ഒട്ടേറെ പാളിച്ചകൾ ഉള്ളതുകൊണ്ട് അംഗീകരിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ബാലഭാസ്കറിന്റെ മാതാപിതാക്കളായ KC ഉണ്ണി, B ശാന്തകുമാരി, സാക്ഷി സോബിൻ ജോർജ് എന്നിവരുടെ ഹർജികളിലാണ് പുനരന്വേഷണത്തിന് ഉത്തരവുണ്ടായത്. എന്നാൽ തന്റെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ട് ബാലഭാസ്കറിന്റെ അമ്മയും അച്ഛനും 1.5 കോടി നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇതേ അർജുൻ കേസ് നൽകിയിരിക്കുകയാണ്. ഇത് ഇയാളുടെ തന്ത്രമായിരുന്നു. വ്യാഴാഴ്ച രാത്രി 8:30യോടെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ജുവലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിറകെ വന്ന 9ഓളം വരുന്ന സംഘം പട്ടാമ്പി റോഡിൽ വെച്ച് കവർച്ച ചെയ്ത് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പെരിന്തൽമണ്ണയിലെത്തിച്ച SP R വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് ദിവസങ്ങളോളം ആസൂത്രണം നടത്തി ചെയ്ത കവർച്ചയുടെ ചുരുളഴിഞ്ഞത്. മിഥുൻ, സതീഷ്, ലിസൺ, അർജുൻ എന്നിവർ കവർച്ചാ സ്വർണം വിൽക്കാൻ സഹായിച്ചവരും രക്ഷപ്പെടാൻ സഹായിച്ചവരുമാണ്. സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതായും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അപകടത്തിൽപ്പെട്ട ബാലുവിന്റെ കാറിൽ സ്വർണമുണ്ടായിരുന്നതായി മൊഴിയുണ്ടായിരുന്നു. എന്നാൽ ഇതിലേക്കൊന്നും അന്വേഷണം നീങ്ങിയില്ല. അച്ഛന്റെ വാക്കുകൾ ബധിര കർണങ്ങളിലാണ് പതിച്ചതെന്ന് കരുതേണ്ടി വരും. ബാലഭാസ്കർ ലക്ഷക്കണക്കിന് രൂപ പലർക്കും നൽകിയിട്ടുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. ഇതിലൊന്ന് തിരുവനന്തപുരത്ത് കഞ്ഞിയും അപ്പവും വിൽക്കുന്ന കടകൾ തുടങ്ങാൻ ബാലഭാസ്കർ മുടക്കിയ 2 കോടിയാണ്. തന്റെ മാനേജറുടെ നിർബന്ധത്തിന് വഴങ്ങി ചില സുഹൃത്തുക്കൾക്കാണ് തുക നൽകിയത്. ഇതും പാലക്കാട്ടെ ആശുപത്രിയിൽ മുടക്കിയ പണവുമാണ് ബാലുവിന്റെയും മകളുടെയും ജീവൻ അപഹരിച്ചതെന്ന് അച്ഛൻ കരുതുന്നു. പണം അപഹരിക്കുന്നതിനായി സംവിധായകൻ ബാലഭാസ്കറിനെ വാഹനാപകടമുണ്ടാക്കി കൊന്നതാണെന്നാണ് അച്ഛനും കുടുംബത്തിനും സംശയം. ബാലഭാസ്കറിന്റെ ഭാര്യയെ അപകടമുണ്ടാക്കിയവർ അവരുടെ വരുതിയിൽ ഭീഷണിപ്പെടുത്തി നിർത്തുന്നതായും പിതാവ് ആരോപിക്കുകയാണ്.
ബാലുവിന്റെ വീട്ടിൽ CCTV സ്ഥാപിക്കുകയും അതിന്റെ വിഷ്വലുകൾ ബാലുവിന്റെ സ്റ്റാഫിലുള്ള ഒരാളുടെ ഫോണിൽ എത്തുകയും ചെയ്യുന്നു. ബാലുവിന്റെ ഭാര്യയെ കാണാൻ ആരൊക്കെ വരുന്നു എന്നറിയാൻ വേണ്ടിയാണത്രേ ഇത്. മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച അച്ഛൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറി. DGPക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയ വിവരം അറിഞ്ഞയുടനെ ബാലഭാസ്കറിന്റെ മാനേജർമാർ അച്ഛനെതിരെ രംഗത്തെത്തി. അച്ഛന് ഭ്രാന്താണെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ സത്യസന്ധമായി അന്വേഷിച്ചാൽ വാഹനം ഇടിച്ചതല്ല ഇടിപ്പിച്ചതാണെന്ന് മനസ്സിലാകുമെന്ന് പിതാവ് പറയുന്നു. ലക്ഷ്മിയെ പ്രസവത്തിന് വേണ്ടി ചികിത്സിച്ച പാലക്കാട് സ്വദേശിയായ ഡോക്ടറാണ് സംശയ നിഴലിലുള്ളതെന്നാണ് കുടുംബം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചേട്ടന്റെ മകനാണ് കാർ ഓടിച്ചിരുന്നത്. അപകടത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ബാലഭാസ്കറിന്റെ ഡ്രൈവറായി എത്തുന്നതും. അപകടം നടന്ന സമയം വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആണെന്ന് ഡ്രൈവറുടെ മൊഴിയാണ് സംശയത്തിന് ഇടയാക്കിയത്. ആദ്യം എല്ലാവരും ഇങ്ങനെയാണ് വിശ്വസിച്ചതും. സംഭവം നടന്ന സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവറാണെന്നാണ് പുറം ലോകം അറിഞ്ഞത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കാർ ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആണെന്ന് എല്ലാവരും അറിഞ്ഞു. ബോധം വന്ന ശേഷം ലക്ഷ്മി നൽകിയ മൊഴിയാണ് നിർണായകമായത്. ഡ്രൈവറുടെയും ലക്ഷ്മിയുടെയും മൊഴികളിൽ വന്ന വ്യത്യാസത്തിന്റെ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കാനിരിക്കെയായിരുന്നു പിതാവ് പരാതി നൽകിയത്. പാലക്കാട്ടെ ഡോക്ടറുടെ ആശുപത്രിയിൽ ബാലഭാസ്കർ കോടികൾ മുടക്കിയിട്ടുണ്ടെന്നും കുടുംബം പറയുന്നുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് ചികിത്സ നൽകുന്ന പാലക്കാട്ടെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. എത്ര രൂപ മുടക്കിയിട്ടുണ്ടെന്ന് ബാലഭാസ്കറിന് മാത്രമേ അറിയാവൂ. ഡോക്ടറുടെ ഭാര്യയെ അപകടത്തിന്റെ പിറ്റേന്ന് ബാലുവിന്റെ വീട്ടുകാർ വിരട്ടിവിട്ടതാണ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചെത്തി. സാമ്പത്തിക രഹസ്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണത്രേ ഇത്. മുടക്കിയ പണത്തിന്റെ കണക്ക് ബാലുവിന്റെ ഭാര്യയ്ക്ക് പോലും കൃത്യമായി അറിയില്ലെന്നാണ് വിവരം. ഇതിന്റെയെല്ലാം കണക്കുകൾ അറിയുന്നത് ബാലഭാസ്കറിന്റെ മാനേജർമാർക്കാണ്. അവർ രഹസ്യം പുറത്തറിയിക്കുന്നുമില്ല. ബാലുവിന്റെ മാതാപിതാക്കൾ സമ്പാദ്യത്തിന്റെ കണക്കുകൾ അന്വേഷിച്ചെങ്കിലും അവരെ മാനേജർമാർ വിരട്ടിവിട്ടു. തീരെ സാധുക്കളായ മാതാപിതാക്കൾ വാസ്തവമറിയാതെ തീ തിന്നുകയാണ്. അവർക്ക് വേണ്ടത് ബാലുവിന്റെ പണമല്ല, ബാലുവിനെയാണ്. ബാലുവിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിയാൻ ബാലുവിന്റെ പിതാവ് ബാലുവിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബാലുവിന്റെ ജഗതിയിലെ വീട്ടിൽ ചിലരെത്തി അച്ഛനെയും അമ്മാവനെയും തെറിവിളിച്ചതായും വിവരമുണ്ട്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്തിനാണ് തെറിവിളിയെന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. ബാലുവിന്റെ കുടുംബത്തിന് നിലവിൽ മറ്റാരിൽ നിന്നും ഭീഷണിയില്ല. തങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് വീട്ടുകാർ കരുതുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തൃശൂരിലെ ക്ഷേത്രത്തിൽ ബാലുവും കുടുംബവും പൂജ നടത്താൻ പോയതെന്നും ഇതും സംശയകരമാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ബാലുവിന്റെ ബന്ധുക്കൾ പറയുന്നു. സംഭവിച്ചത് അപകടം മാത്രമാണ്. അത് ഡ്രൈവറുടെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ചതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ താനല്ല കാർ ഓടിച്ചത് എന്ന് ഡ്രൈവർ പറഞ്ഞത് എന്തിനാണെന്നാണ് സംശയം. ബാലുവിന് അപകടം സംഭവിച്ചപ്പോൾ തന്നെ ഇത്തരം സംശയങ്ങൾ ഉയർന്നു വന്നതാണ്. എന്നാൽ അന്നത്തെ ദുഃഖത്തിൽ അതൊന്നും വാർത്തയല്ലാതെയായി മാറി. ഡ്രൈവറുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് പിന്നീട് വിവാദങ്ങൾ വളർത്തിയത്. മരിക്കുന്ന ദിവസം താൻ ബാലഭാസ്കറിനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കയറി സന്ദർശിച്ചതായി ബാലുവിന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. മകളുടെ വിയോഗം ബാലുവിനെ അറിയിച്ചതായും അതിലൊരാൾ തട്ടിവിട്ടു. ഇവിടെയാണ് ബാലുവിന്റെ വീട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉരുത്തിരിയുന്നത്. മരണ ദിവസം തന്നെ ബാലുവിന്റെ മാതാപിതാക്കളോട് അനന്തപുരി ആശുപത്രിയിലെ സീനിയർ ഡോക്ടർമാർ ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ബാലുവിന് ബോധം തെളിഞ്ഞതായും അവർ അറിയിച്ചു. ഇക്കാര്യം ചില പ്രധാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. പിന്നെ എങ്ങനെ ബാലു മരിച്ചു എന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. അതായത് ബോധം തെളിഞ്ഞ ബാലുവിനോട് ആരെങ്കിലും മകളുടെ വിയോഗ വാർത്ത പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ആരാണ്? ബാലുവിന്റെ സുഹൃത്തുക്കളാണോ? ബാലുവിന്റെ വീട്ടുകാർക്ക് ഇപ്പോൾ അയാളുടെ ഒരു സുഹൃത്തിനെയും കാണേണ്ട. ബാലുവിന്റെ കല്യാണം നടത്തിച്ചതും അവനെ സ്വന്തം വീട്ടിൽ നിന്ന് അകറ്റിയതും സുഹൃത്തുക്കളാണ്. സുഖമില്ലാത്ത സഹോദരിയെ പോലും നോക്കാത്ത തരത്തിൽ ബാലുവിനെ മാറ്റിയത് സുഹൃത്തുക്കളാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മകളുടെ വിയോഗ വാർത്ത അറിയിച്ചത് കാരണമാണ് ബാലുവിന് ഹൃദയസ്തംഭനം ഉണ്ടായതെന്ന് തന്നെയാണ് വീട്ടുകാർ വിശ്വസിക്കുന്നതും.
ബാലുവിന്റെ കുടുംബ സുഹൃത്തായ ഡോക്ടറുടെ ഭാര്യയെ ബാലുവിന്റെ വീട്ടുകാർ ആട്ടിയിറക്കിയതും ഇതുകൊണ്ടാണെന്നാണ് വിവരം. ലക്ഷ്മിയുടെ ആരോഗ്യനിലയൊന്നും അവരെ അലട്ടുന്നില്ല. കാരണം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടാനാവാത്ത വിധം. സ്വന്തം താല്പര്യപ്രകാരം ബാലു വിവാഹം കഴിക്കുമ്പോൾ സമയദോഷം തങ്ങൾ കണ്ടതാണെന്ന് ബാലുവിന്റെ ബന്ധുക്കളും പറയുന്നു. ബാലുവിന്റെ മരണ ദിവസം രാത്രി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നടന്നത് എന്താണെന്നാണ് വീട്ടുകാർ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നതും. നന്ദി.